തെരഞ്ഞെടുപ്പിൽ LDF പ്രതീക്ഷിച്ച വിജയം നേടിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനവികാരം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായെന്നും വിലയിരുത്തൽ. മുഖ്യമന്ത്രിയെ മാധ്യമങ്ങൾ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നു. കുപ്രചാരണങ്ങൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ. അതിന്റെ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ അതാണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനം കാര്യക്ഷമതയോടെ മുന്നോട്ടേക്ക് നീക്കാൻ നമുക്ക് കഴിയണം. വലതുപക്ഷ മാധ്യമങ്ങൾ എടുത്ത നിലപാടും വളരെ പ്രധാനമാണ്. പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെല്ലാം എതിരായിട്ടുള്ളത്. പിണറായിയെ ഒറ്റതിരിച്ച് കടന്നാക്രമിച്ച് വ്യാപകമായ കള്ളപ്രചാരവേലയിലൂടെ ഒരു ഇമേജ് തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് UDFും വലതുപക്ഷ മാധ്യമങ്ങളും എത്രയോ കാലമായിട്ട് ശക്തിയായി നടത്തി വരുന്നത്. CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ കേന്ദ്രം എന്ന നിലയിൽ പിണറായിയെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുക, പാർട്ടി നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്യുക, ഈ നിലപാടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കുറെ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPക്കായി SNDP ഇടപെട്ടു. വർഗീയ ധ്രുവീകരണത്തിന് SNDP കൂട്ടുനിന്നു. SNDPയിലെ ഒരു വിഭാഗം BJPക്കായി ഇടപെട്ടുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് SNDP. തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ്. വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് സത്യം. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി CPM. വെള്ളാപ്പള്ളിയും കുടുംബവും RSS വൽക്കരിക്കപ്പെടുകയാണ്. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഇതിന് തെളിവാണ്. സംഘപരിവാറിന് കീഴ്പ്പെടുന്ന മനസ്സ് രൂപപ്പെട്ടുവരുന്നു. SNDPയിലെ ഒരു വിഭാഗം BJPക്ക് വേണ്ടി ഇടപെട്ടു. BDJS രൂപീകരണത്തിന് ശേഷം BJP ആസൂത്രിതമായി പ്ലാൻ ചെയ്ത കടന്നുകയറ്റ അജണ്ടയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും CPM ആരോപിക്കുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക നിലപാടിന് വിരുദ്ധമാണ് SNDPയുടെ ഇപ്പോഴത്തെ പല നിലപാടുകളെന്നും CPM ആരോപിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ്. SNDP വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. SNDPയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നേതൃത്വ വിഭാഗം ഉൾപ്പെടെ ഇപ്രാവശ്യം കൈകാര്യം ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ജാതി രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ താത്വികമായിട്ടെല്ലാം പറയുമെങ്കിലും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങളിൽ കേരളത്തിൽ ഇവിടെ ഈ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ട്.
ക്രൈസ്തവരിൽ ഒരു വിഭാഗം ബിജെപിക്ക് അനുകൂലമായി മാറിയെന്ന് സിപിഎം. തൃശൂരിൽ ബിജെപിയുടെ വിജയത്തിന് കാരണം ക്രൈസ്തവ വോട്ടുകളെന്നും എം.വി. ഗോവിന്ദൻ. കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം എല്ലാ കാലത്തും വർഗീയതക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നവർക്കെതിരായിട്ട് നിലകൊണ്ട ഒരു വിഭാഗമാണ്. ഞങ്ങളുടെ കൂടെ ഒരു വലിയ വിഭാഗം ഒന്നും പറയാൻ സാധിക്കില്ല. ഒരു ചെറിയ വിഭാഗം ഞങ്ങളോടൊപ്പം ഉണ്ട്, നല്ലൊരു വിഭാഗം കോൺഗ്രസിനോടൊപ്പം. ഇപ്രാവശ്യത്തെ പ്രത്യേകത അതിലൊരു വിഭാഗം പല കാരണങ്ങളുണ്ട്. ഭീഷണി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടാകും. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ 86,000 വോട്ടിൽ ചോർന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ വിഭാഗം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വിഭാഗം ഉൾപ്പെടെയാണ്.